ലണ്ടനിലെ തെരുവിൽ ജീവിക്കുന്ന മദ്യപാനിയായ ഇദ്ദേഹമാണ് ജോയി ജോൺസ്, നമ്മുടെ കഥാനായകൻ. അദ്ദേഹത്തിന്റെ കൂടെ തെരുവിൽ ജീവിക്കുന്ന ഈ സ്ത്രീയുടെ പേര് ഇസബൽ എന്നാണ്. ഒരു ദിവസം രണ്ട് ഗുണ്ടകൾ തെരുവിൽ ജീവിക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് എത്തി. അവരെ ഉപദ്രവിച്ച് അവരുടെ കൈവശമുള്ള പണം മോഷ്ടിക്കുക എന്നതാണ് ഈ രണ്ട് ഗുണ്ടകളുടെ ഉദ്ദേശം. ഊരും പേരുമില്ലാത്ത ആൾക്കാരെ ഉപദ്രവിച്ചാൽ ആരും ചോദിക്കാൻ വരത്തില്ല എന്ന് ഈ ഗുണ്ടകൾക്ക് നന്നായിട്ട് അറിയാം. അവർ ഇസബലിനോട് മോശമായി പെരുമാറുന്നത് കണ്ട് ജോയ് അവന്മാരെ തടഞ്ഞു. അപ്പോൾ ദേഷ്യം വന്ന ആ രണ്ട് ഗുണ്ടകൾ നമ്മുടെ ഹീറോനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. ജോയ് ഇസബലിനോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. കുടിച്ച് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ജോയ്ക്ക് അവരെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരുവിധം അവരെ ബ്ലോക്ക് ചെയ്ത് ജോയ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അവര് കാണാതെ ഒളിച്ചു നിൽക്കാൻ വേണ്ടി ജോയ് ഒരു ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡ് വഴി അകത്തേക്ക് കയറി. അവിടെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ജനാല കണ്ടപ്പോൾ അതുവഴി ആ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് ജോയ് കയറിക്കൂടുകയാണ്. അപ്പോൾ അത് വളരെയധികം ആഡംബരമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്. ജോയ്ക്ക് ഇപ്പോൾ പേടിയായി, ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമ തന്നെ കാണുമോ എന്ന്. എന്നാൽ അപ്പോഴാണ് ജോയ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ഈ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ നിലവിൽ ആൾ താമസമില്ല. ഡെയ്മൺ എന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമ. അദ്ദേഹം ജോലി ആവശ്യത്തിനായി വിദേശത്ത് പോയിട്ടാണുള്ളത്. 8 മാസം കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം തിരിച്ചെത്തൂ. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മദ്യ കുപ്പികളൊക്കെ ഉണ്ട്. വീണ്ടും മദ്യപിച്ച് ജോയ് ബാത്റൂമിൽ പോയി. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ജോയ് തന്റെ യഥാർത്ഥ രൂപം കാണുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ജോയ് കുളിക്കുകയും മുടിയൊക്കെ മുറിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഫോട്ടോഗ്രാഫറിന്റെ നല്ല വസ്ത്രമൊക്കെ ജോയ് ധരിക്കുകയാണ്. അതായത് ഹോംലെസ് ആയിട്ടുള്ള ജോയ്ക്ക് ഇപ്പോൾ ഒരു പണക്കാരന്റെ ലുക്ക് വന്നു. ഡെയ്മണിന്റെ മെർസിഡീസ് ബെൻസ് കാറിന്റെ താക്കോല് ജോയ്ക്ക് കിട്ടി. അതേപോലെ മെയിൻ ഡോറിന്റെ താഴെ ഡെയ്മണിന് വന്ന ഒരുപാട് കത്തുകൾ ജോയ് കണ്ടു. അതിൽ ഡെയ്മണിന് ബാങ്കിൽ നിന്ന് വന്ന പുതിയ അക്കൗണ്ടിന്റെ ATM കാർഡും അതിലെ പിൻ നമ്പറൊക്കെ ഉണ്ട്. അങ്ങനെ ആ കാർഡുമായി ജോയ് ATM-ൽ ചെന്ന് ഡെയ്മണിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കാശ് എടുക്കുകയാണ്. ജോയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇസബലിനെ കണ്ടെത്തുക എന്നതാണ്. ഇസബലും ജോയെ അന്വേഷിക്കുകയാണ്. എന്നാൽ ആ സമയം ഒരാൾ വന്ന് ഇസബലിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾക്ക് ഇവിടെ കാണാം. തെരുവുകളിലെ കൂടി അമിതമായി മദ്യപിച്ച് ജോയ് നടക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ജോയ്ക്ക് ഈ അവസ്ഥ വന്നത്? നിങ്ങൾ ഇന്ന് കാണുന്ന ജോയ് അല്ല യഥാർത്ഥ ജോയ്. അദ്ദേഹത്തിന് ഒരു പഴയ കാലമുണ്ട്. സോ ജോയ് ജോൺസ് എന്നല്ല നമ്മുടെ ഹീറോയുടെ യഥാർത്ഥ പേര്. UK സ്പെഷ്യൽ ഫോഴ്സിന്റെ ഒരു പട്ടാളക്കാരനായിരുന്നു ജോസഫ് സ്മിത്ത്. വർഷങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഒരു മിഷനിൽ ജോസഫിന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ 5 ടീംമേറ്റ്സ് ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് കഥയുടെ അവസാനമാണ് പറയുന്നത്. പക്ഷെ ആ സംഭവത്തിന്റെ ട്രോമ ഇപ്പോഴും ജോയ്ക്കുണ്ട്. അവൻ അത് ഒരിക്കലും മറക്കാനാവത്തില്ല. അതൊക്കെ മറക്കാൻ വേണ്ടിയാണ് ജോയ് മദ്യപാനം തുടങ്ങിയത്. തെരുവിൽ ജീവിക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു പള്ളിയിലെ കന്യാസ്ത്രീയാണ് ക്രിസ്റ്റീന. പുള്ളിക്കാരിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഭക്ഷണം നൽകാനായി വരുന്ന മാലാക എന്നൊക്കെയാണ് ആ പാവപ്പെട്ടവര് ക്രിസ്റ്റീനയെ വിശേഷിപ്പിക്കാറുള്ളത്. മദ്യപിച്ച് എത്തിയ ജോയോട് ക്രിസ്റ്റീന ഇവിടെ വെച്ച് മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ജോയോട് പുള്ളിക്കാരി ചോദിക്കാണ്, നിനക്ക് എവിടുന്നാണ് ഈ വസ്ത്രം കിട്ടിയത്? നീ എവിടുന്നാണ് ഇതൊക്കെ മോഷ്ടിച്ചത്? അപ്പോൾ കുറച്ച് കാശ് പുറത്തെടുത്തിട്ട് ജോയ് പറയാണ്, എന്റെ ഭാഗ്യമാണ് ഇത്, എനിക്ക് ദൈവമാണ് ഇത് തന്നത്. എന്നിട്ട് ആ കാശ് ജോയ് ക്രിസ്റ്റീനക്ക് നൽകുകയാണ്. എന്നിട്ട് പുള്ളിക്കാരിയോട് നീ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ഈ പണം ചിലവഴിക്കണം എന്നും ജോയ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പണം ക്രിസ്റ്റീന പള്ളിയിലെ മദറിന് നൽകിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ജോയ് എന്തായാലും മോഷ്ടിച്ച പണമായിരിക്കത്തില്ല ഇത്, കാരണം അവന് രാജ്യത്തിന് വേണ്ടി സേവനം നടത്തിയ പട്ടാളക്കാരനാണ്. അവൻ മദ്യപാനി ആണെങ്കിൽ കൂടി അവൻ നല്ലൊരു മനുഷ്യനാണ്. ഈ പണം നിനക്ക് നൽകുമ്പോൾ അവൻ എന്താണ് പറഞ്ഞത് എന്ന് മദർ ചോദിച്ചു. ഈ പണം എന്റെ ആഗ്രഹത്തിന് വേണ്ടി ചിലവഴിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ മദർ ക്രിസ്റ്റീനയോട്, അങ്ങനെയാണെങ്കിൽ ഈ പണം നിനക്കുള്ളതാണ്, നീ നിന്റെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി ഈ പണം നീ ചിലവഴിക്കണം. സോ 500 പൗണ്ട്സ് ആണ് ജോയ് നൽകിയത്. ക്രിസ്റ്റീനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ബാലറ്റ് ഡാൻസർ ആണ് മരിയ സിലിസ്ക. പുള്ളിക്കാരുടെ ഫെയർവെൽ പെർഫോമൻസ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നടക്കുന്നുണ്ട്. അതിന്റെ ടിക്കറ്റ് വാങ്ങാനായിട്ടാണ് ക്രിസ്റ്റീന ചെന്നത്. എന്നാൽ അത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. അതേപോലെ സിംഗിൾ ടിക്കറ്റ് ലഭിക്കത്തില്ല, 2 ടിക്കറ്റ്സ് മിനിമം പർച്ചേസ് ചെയ്യണം. അപ്പോൾ 2 ടിക്കറ്റിന് 500 പൗണ്ട് ആണ് വില. സോ ജോയ് നൽകിയ പണം കൊണ്ട് ക്രിസ്റ്റീന മരിയ സിലൻസ്കിയുടെ ഫെയർവെൽ പെർഫോമൻസ് ഷോയുടെ ടിക്കറ്റ് പർച്ചേസ് ചെയ്തു. ഇവിടെ ഡേമണിന്റെ ആഡംബര അപ്പാർട്ട്മെന്റിൽ കിടന്നുറങ്ങുമ്പോൾ പണ്ട് അഫ്ഗാനിസ്ഥാനിൽ നടന്ന കാര്യങ്ങൾ സ്വപ്നം കണ്ട് ജോയ് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ ജോയ് ഒരുപാട് മദ്യപിച്ചു. അതേപോലെ കഴിഞ്ഞ ദിവസം 2 ഗുണ്ടകൾ തന്നെ മർദ്ദിച്ചതിന്റെ വേദന ഇപ്പോൾ ജോയ് നന്നായിട്ട് അറിയുന്നുണ്ട്. അതായത് സഹിക്കാനാവാത്ത വേദന. ജോയ് ക്രിസ്റ്റീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്ക് ആന്റിബയോട്ടിക്സ് വേണമെന്ന് പറഞ്ഞിട്ട്. നീ പരിക്കേറ്റിട്ടുണ്ടോ? നിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് ക്രിസ്റ്റീന പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, കാരണം ഗവൺമെന്റ് അന്വേഷിക്കുന്ന പട്ടാളക്കാരനാണ് ഞാൻ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവർ എന്നെ തിരിച്ചറിയും, ഞാൻ അറസ്റ്റിലാവും. തനിക്ക് ഏത് മരുന്നാണ് വേണ്ടത് എന്ന് ജോയ് തന്നെ ക്രിസ്റ്റീനയോട് പറയുകയാണ്. പുള്ളിക്കാരി ജോയ്ക്ക്
ആവശ്യമുള്ള മരുന്നുകളും പെയിൻ കില്ലേഴ്സും നൽകി. അതേപോലെ ജോയ് താൻ അന്വേഷിക്കുന്ന ഇസബൽ എന്ന പെൺകുട്ടിയെക്കുറിച്ചും ക്രിസ്റ്റീനയോട് പറയുന്നുണ്ട്. അവളെ കാണുകയാണെങ്കിൽ ഈ അഡ്രസ്സ് അവൾക്ക് നൽകണം. അപ്പോൾ അത് ഡേമണിന്റെ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സാണ്. ക്രിസ്റ്റീനക്ക് മനസ്സിലായി ആ അപ്പാർട്ട്മെന്റിലാണ് ജോയ് താമസിക്കുന്നത് എന്ന്. അവിടെ ആൾ താമസമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത് എന്ന് ജോയ് ക്രിസ്റ്റീനയോട് പറഞ്ഞു. സോ ജോയ് അടുത്ത ദിവസം ഡേമണിന്റെ മെഴ്സിഡീസ് കാർ എടുത്ത് നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തന്റെ നമ്പർ ഒട്ടിക്കുകയാണ് ഇസബൽ കാണാൻ വേണ്ടി. സോ ഇസബൽ അത് കണ്ട് ജോയ് കോൾ ചെയ്തിട്ടില്ല, പകരം ആ നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു. അതായത്, ഞാൻ ഇപ്പോൾ ഈ നഗരത്തിലില്ല, ഞാൻ മറ്റൊരു സ്ഥലത്ത് സേഫ് ആയിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇസബൽ എവിടെയാണുള്ളത്? അന്ന് ഒരു ദിവസം ഒരാൾ ഇസബലിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇസബലിനെ ഒരു പണക്കാരന് ഒരു രാത്രിക്ക് വിൽക്കാനാണ് കൊണ്ടുപോയത്. ഇസബലിന് വലിയ തുക അദ്ദേഹം വാഗ്ദാനം ചെയ്തതുകൊണ്ട് ഇസബൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. സോ ഇസബലിനെ അന്ന് രാത്രി കൊണ്ടുപോകാനായി വന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് മാക്സ് ഫോറസ്റ്റർ. ഒരു ദിവസം ജോയ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ആരോ വന്ന് ബെല്ലടിച്ചു. ആൾ താമസമില്ലാത്ത അപ്പാർട്ട്മെന്റിൽ ആരാണ് കേറിക്കൂടിയത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ആദ്യം ജോയ്ക്ക് പേടിയായി. എന്നാൽ ജോയ് കതക് തുറന്നു. ഡേമണിന്റെ അപ്പാർട്ട്മെന്റിൽ താൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ന്യൂയോർക്കിൽ പോയി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ജോയ് പറയാണ്, ഞാൻ ഡേമണിന്റെ ഗേ ബോയ് ഫ്രണ്ട് ആണ്. അവൻ ന്യൂയോർക്കിലേക്ക് പോകുമ്പോൾ എന്നോട് ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. ഡേമണിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ എന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ ആക്ച്വലി ഡേമൺ വളരെ പ്രൈവറ്റ് ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അവൻ അവന്റെ കോണ്ടാക്ട് നമ്പർ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ആ സ്ത്രീയോട് ജോയ് പറയുകയാണ്. എന്തായാലും ജോയ് ഇപ്പോൾ ലൈഫിൽ കുറച്ച് സീരിയസ് ആവാനായിട്ട് തീരുമാനിച്ചു. അതായത് ഇപ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ പണം സമ്പാദിക്കാനായിട്ട് ജോയ് ജോലിക്ക് കയറിയിട്ടുണ്ട്. അതേപോലെ മദ്യപാനമൊക്കെ കുറച്ച് ജോയ് വീണ്ടും വർക്കൗട്ട് ചെയ്യാനും ആരംഭിച്ചു. ഒരു ദിവസം ജോയ് ജോലി ചെയ്യുന്ന ചൈനീസ് റെസ്റ്റോറന്റിൽ 4 പേര് വന്ന് അമിതമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നു. അവരുടെ അടുത്ത് ജോയ് ചെന്ന് റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നല്ല രീതിയിൽ മര്യാദക്ക് ആവശ്യപ്പെട്ടു. ആ 4 പേര് റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് പോയെങ്കിലും അവര് അനാവശ്യമായിട്ട് ജോയെ തെറി വിളിച്ച് അപമാനിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ജോയ് അതിനൊന്നും പ്രതികരിക്കുന്നില്ല. എന്നാൽ അതിലെ ഒരുത്തനാണെങ്കിലും എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ എന്ന് ചോദിച്ച് ജോയുടെ ദേഹത്ത് കൈവച്ചു. അത് ജോയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. അവന്മാരെ 4 പേരെയും വളരെ നിസ്സാരമായിട്ട് ജോയ് അടിച്ച് താഴെയിട്ടു. മേലാൽ നിന്നെയൊന്നും ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്നും ജോയ് അവരെ വോൺ ചെയ്തു. അപ്പോൾ ഈ സംഭവമൊക്കെ ആ ചൈനീസ് റെസ്റ്റോറന്റിന്റെ ഉടമ കണ്ടിട്ടുണ്ട്. അദ്ദേഹം റെസ്റ്റോറന്റിലെ മറ്റു ജോലിക്കാരനോട് ജോയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ജോയ് ആളൊരു നിസ്സാരക്കാരനല്ല എന്ന്. അദ്ദേഹം ജോയെ കൂട്ടി മിസ്റ്റർ ചോയ് എന്ന ഒരു ചൈനീസ് ഗാങ്സ്റ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് ഒരു ഡ്രൈവറിന്റെ ആവശ്യമുണ്ട്. ആ ജോലി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ എന്ന് ജോയോട് ചോദിച്ചപ്പോൾ ഞാൻ തയ്യാറാണ് എന്ന് ജോയ് മറുപടി കൊടുത്തു. അപ്പോൾ മിസ്റ്റർ ചോയ് പറയാണ്, ഒരു ഡ്രൈവർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈവറിനെ മാത്രമല്ല, എനിക്ക് വേണ്ടി നീ പല ജോലികൾ ചെയ്തു തരേണ്ടി വരും. നിനക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്? താങ്കൾ ആരാണ് എന്നും താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്നും എനിക്കറിയാം. താങ്കളുടെ കൂടെ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നും ജോയ് മറുപടി കൊടുത്തു. അദ്ദേഹം ജോയ്ക്ക് ഓഫർ ചെയ്തത് വലിയ തുക ശമ്പളമാണ്. അടുത്ത ദിവസം ജോയ് ഒരു സ്കൂളിന്റെ പുറത്ത് കാറിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതിലേക്കൂടി ഒരു സ്ത്രീയും കുട്ടിയും നടന്നു പോകുന്നത് കാണാം. അവര് വേറെ ആരുമല്ല, ജോയുടെ മുൻ ഭാര്യയും അതേപോലെ ജോയുടെ സ്വന്തം മകളുമാണ്. അവരെ കാണാതെ ജോയ് അവരെ കാണാനാണ് ഇവിടെ വന്നത്. അവരെ നേരിട്ട് പോയി ഫേസ് ചെയ്യാൻ ജോയ്ക്ക് ധൈര്യമില്ല. അതേപോലെ ജോയുടെ സ്വന്തം മകളാണെങ്കിൽ ഇതുവരെ സ്വന്തം അച്ഛനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അച്ഛൻ ആരാണ് എന്ന് പോലും ആ മകൾക്ക് അറിയത്തില്ല. സോ ഇനിയുള്ള ജോയുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസ്റ്റർ ചോയ് എന്ന ചൈനീസ് ഗാങ്സ്റ്ററിനെ കൂടെ കൂടിയതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി തല്ലുണ്ടാക്കാനും എതിരാളികളെ തല്ലാനൊക്കെ ജോയ് ആണ് പോകാറുള്ളത്. ജോയ് ഒരുപാട് കാശ് സമ്പാദിക്കാനേ തുടങ്ങി. ജോയ് സമ്പാദിച്ചു കൂട്ടുന്ന പണമൊക്കെ ജോയ് താമസിക്കുന്ന ഡേമണിന്റെ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിലാണ് ജോയ് സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ഒരു പിസ്സ ഡെലിവറി ബൈക്ക് ജോയ് കണ്ടു. അപ്പോൾ ജോയ് ഒരുപാട് പിസ്സാസ് ഓർഡർ ചെയ്യുകയാണ്. ക്രിസ്റ്റീന ഇവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമ്പോൾ അവിടെ 4-5 പിസ്സ ഡെലിവറി ബോയ്സ് വന്നു. എന്നിട്ട് വലിയ ഒരു ഓർഡറിന്റെ ലിസ്റ്റ് ഡെലിവറി ബോയ് പറഞ്ഞപ്പോൾ സോറി നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയതാണ് എന്ന് ക്രിസ്റ്റീന പറയുകയാണ്. ഇതൊക്കെ ഇവിടത്തേക്ക് ഓർഡർ ചെയ്തത് ജോയ് ജോൺസ് എന്ന ആളാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവരൊക്കെ ഇത്ര ആഡംബരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ജോയ് ഇത് ഒരു ദിവസം മാത്രമല്ല ചെയ്തത്, എല്ലാ ദിവസവും അവിടത്തേക്ക് വേണ്ടി എല്ലാവർക്കും വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ജോയ് ഓർഡർ ചെയ്ത് എത്തിച്ചു കൊടുക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം ജോയ് തന്റെ മുൻ ഭാര്യയെ കാണാനായിട്ട് പോവുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുള്ളിക്കാരി സാധനങ്ങൾ എടുക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ജോയെ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നു. പുള്ളിക്കാരി അവിടുത്തെ സാധനങ്ങളൊക്കെ ജോയുടെ ദേഹത്തേക്ക് എറിയുകയാണ്. ജോയ് പുള്ളിക്കാരിയെ കെട്ടിപ്പിടിച്ച് താൻ ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞു. അതേപോലെ പുള്ളിക്കാരിക്ക് വലിയ തുകയും നൽകി. ക്രിസ്റ്റീന താമസിക്കുന്ന സ്ഥലത്ത് ജോയ് ഒരുപാട് സമ്മാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ പുള്ളിക്കാരിക്ക് ഒരു പാർട്ടി വെയർ വസ്ത്രവും ജോയ് അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ കന്യാസ്ത്രീ
സ്ത്രീയായ ക്രിസ്റ്റീന ഇതുപോലത്തെ വസ്ത്രമൊന്നും ധരിക്കില്ല. അന്ന് രാത്രി തന്നെ ക്രിസ്റ്റീന ആ വസ്ത്രം എടുത്തുകൊണ്ട് ജോയെ കാണാനായിട്ട് ചെന്നു. ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതും സമ്മാനങ്ങൾ കൊടുക്കുന്നതൊക്കെ പുണ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതുപോലെയല്ല ഞാൻ ഒരു കന്യാസ്ത്രീയാണ് എന്ന് ഓർമ്മ വേണം. പുള്ളിക്കാരോട് അവിടെ ഇരിക്കാനായിട്ട് ജോയ് ആവശ്യപ്പെട്ടു. എന്തിനാണ് നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നപ്പോൾ ഒരു മാലാഖയെ പോലെ വന്ന് എനിക്കും എന്റെ കൂടെയുള്ളവർക്കും ഭക്ഷണം എത്തിച്ചു തന്നത് നീയാണ്. സോ ഇപ്പോൾ എന്റെ അവസരമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. സോ ജോയ് നല്ല സന്തോഷത്തിലാണ് എന്ന് ക്രിസ്റ്റീനക്ക് മനസ്സിലായി. അതേപോലെ ഇസബൽ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവള് സേഫ് ആണ് എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ജോയ് പറഞ്ഞപ്പോൾ ക്രിസ്റ്റീന സങ്കടത്തോടെ ഒരു കാര്യം പറയുകയാണ്. റിവർ സൈഡിൽ നിന്ന് പോലീസ് ഇന്നലെ ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ ക്രിസ്റ്റീന ജോയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് വേറെ ആരുടെയും ബോഡിയല്ല, ഇസബലിന്റേതാണ്. അവള് പീഡിപ്പിക്കപ്പെട്ട് ക്രൂരമായി മർദ്ദനമേറ്റാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതറിഞ്ഞ ജോയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും വന്നു. ജോയ് കരയുമ്പോൾ ക്രിസ്റ്റീന ജോയെ സമാധാനിപ്പിച്ചു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഓൾമോസ്റ്റ് 90% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ക്രിസ്റ്റീന അവിടുന്ന് പോകുമ്പോൾ ജോയ് സമ്മാനമായി നൽകിയ വസ്ത്രം എടുക്കാതെയാണ് പോകുന്നത്. അപ്പോൾ ആ വസ്ത്രം ഓടിച്ചെന്ന് ജോയ് പുള്ളിക്കാരിക്ക് നൽകുകയാണ്. എന്നിട്ട് നീ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്റ്റീന ആ വസ്ത്രം സ്വീകരിച്ചു. പക്ഷെ പുള്ളിക്കാരി പറയാണ്, ഈ സമ്മാനം ഞാൻ സ്വീകരിക്കും, പക്ഷെ ഞാൻ ഇത് ധരിക്കത്തില്ല. പകരം ഞാൻ ഇത് ആവശ്യമുള്ള ആർക്കെങ്കിലും ദാനം ചെയ്യും. എന്തായാലും പുള്ളിക്കാരി അത് സ്വീകരിച്ചല്ലോ, അതുകൊണ്ട് ജോയ്ക്ക് സന്തോഷമായി. സോ ഇപ്പോൾ ജോയുടെ ലക്ഷ്യം ഇസബലിനെ കൊന്നവനെ കണ്ടെത്തുക എന്നതാണ്. അന്ന് രാത്രി ജോയെ ആക്രമിച്ച ആ 2 ഗുണ്ടകൾക്ക് ഉറപ്പായിട്ടും ഇതിൽ പങ്കുണ്ട് എന്ന് ജോയ്ക്ക് അറിയാം. സോ ഇവിടെ ഒരു രാത്രി ആ 2 ഗുണ്ടകൾ ആ പാവപ്പെട്ടവരെ വീണ്ടും ഉപദ്രവിച്ച് പണം തട്ടാനായി എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ നമ്മുടെ ജോയ് വന്നിട്ടുണ്ട്. ജോയിനെ നല്ല വസ്ത്രത്തിൽ ഒരു പണക്കാരനെ പോലെ കണ്ടപ്പോൾ ആ 2 ഗുണ്ടകളും ഷോക്കായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവര് ജോയെ തല്ലുമ്പോൾ വൃത്തിയില്ലാത്ത ഒരു പിച്ചക്കാരനെ പോലെയാണ് ജോയ് ഉണ്ടായത്. എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്? അവര് ജോയെ കത്തി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ ജോയ് പറയാണ്, നിന്റെ കയ്യിൽ കത്തിയുണ്ട്, പക്ഷെ എന്റെ കയ്യിലുള്ളത് സ്പൂണാണ്. ശേഷം ജോയ് അവന്മാരെ 2 പേരും അടിച്ച് പഞ്ഞിക്കിട്ടു. അവരെ ഇടിക്കുന്ന സമയത്തൊക്കെ ജോയ് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഇസബലിന് എന്താണ് സംഭവിച്ചത്? ആരാണ് ഇസബലിനെ കൊന്നത്? എനിക്കറിയത്തില്ല എന്ന് ആ ഗുണ്ടക്കാരന് പറയുന്നുണ്ട്. അപ്പോൾ ജോയ് തന്റെ കൈവശമുള്ള സ്പൂണ് പുറത്തെടുത്തു. എന്നിട്ട് അവന്റെ കണ്ണിന്റെ താഴെയായിട്ട് വെച്ചു. മര്യാദക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ പുറത്തെടുക്കും. അപ്പോൾ ആ ഗുണ്ട അവൻ അറിയുന്ന കാര്യങ്ങൾ പറയുകയാണ്. അവളെ ഒരാൾ ഒരു രാത്രിയത്തേക്ക് കൊണ്ടുപോയതാണ്. എനിക്ക് അങ്ങേരുടെ പേരൊന്നും അറിയത്തില്ല, എന്നാൽ അയാളുടെ കണ്ണിന്റെ മുകളിലായിട്ട് ഒരു വലിയ പാടുണ്ട്. കോട്ടും സ്യൂട്ടുമാണ് ധരിച്ചത്. അതേപോലെ ഒരു 30 വയസ്സ് പ്രായമുണ്ടാവും. അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് ആ ഗുണ്ട ജോയോട് പറഞ്ഞു. ജോയ് അവിടെയുള്ള പാവപ്പെട്ടവരോട് പറയാണ്, ഇനി ഇവന്മാര് നിങ്ങളുടെ അടുത്ത് പ്രശ്നമാക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ ഗുണ്ടയെ അടിച്ച് ബോധം കെടുത്തി. ജോയ് പോകുന്ന സമയം ആ പാവപ്പെട്ടവർക്കൊക്കെ പണം നൽകിയിട്ടാണ് പോകുന്നത്. ഇവിടെ ക്രിസ്റ്റീനക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വന്നു. ഒരു ആഡംബര ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ലെറ്റർ ആണ് ജോയ് ഇവിടെ ക്രിസ്റ്റീനക്ക് അയച്ചത്. പുള്ളിക്കാരി ആലോചിക്കുകയാണ്, ജോയുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് പോകണോ വേണ്ടയോ എന്ന്. പുള്ളിക്കാരി പോകാൻ തീരുമാനിച്ചു. സോ ഇവിടെ ജോയ് ക്രിസ്റ്റീനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പുള്ളിക്കാരി എത്തിയിട്ടുണ്ട്. അതും ജോയ് സമ്മാനിച്ച വസ്ത്രം ധരിച്ചിട്ട്. ജോയ് പുള്ളിക്കാരിയുടെ അടുത്ത് ചെന്ന്, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീ നീയാണ് എന്നൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ ക്രിസ്റ്റീന തമാശ രീതിയിൽ പറയാണ്, ഞാൻ ഇത് ധരിച്ചത് എനിക്ക് വേറെ നല്ല വസ്ത്രമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പള്ളിയിലെ ആരെങ്കിലും തന്നെ കാണുമോ എന്ന് ആലോചിച്ചിട്ട് ക്രിസ്റ്റീനക്ക് നല്ല പേടിയുണ്ട്. പേടിച്ചിട്ട് ക്രിസ്റ്റീന ലേശം മദ്യപിച്ചിട്ടുമുണ്ട്. എന്നാൽ മദ്യപാന ശീലമില്ലാത്ത ക്രിസ്റ്റീന പെട്ടെന്ന് തന്നെ ഫിറ്റായി പോയി. ഏ സമയം തന്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ എല്ലാം ക്രിസ്റ്റീന ജോയോട് തുറന്നു പറയുകയാണ്. അതായത് താൻ ഇപ്പോൾ ജീവിക്കുന്നത് താൻ ആഗ്രഹിക്കുന്ന ജീവിതമല്ല. ഞാൻ ആരോടും ഇതുവരെ പറയാത്ത ഒരു പാസ്റ്റ് എനിക്കുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചത് മരിയ സിലസ്കയെ പോലെ അറിയപ്പെടുന്ന ഒരു ബാലറ്റ് ഡാൻസർ ആവണമെന്നാണ്. നീ അന്ന് എനിക്ക് തന്ന 500 പൗണ്ട് വെച്ച് ഞാൻ മരിയ സിലസ്കിയുടെ ബാലറ്റ് ഡാൻസ് പെർഫോമൻസിന്റെ ടിക്കറ്റ് ആണ് വാങ്ങിയത്. അമിതമായി മദ്യപിച്ച ക്രിസ്റ്റീന ഇവിടെ അറിയാതെ ജോയെ ചുംബിച്ചിട്ടുമുണ്ട്. അപ്പോൾ തന്നെ കുറ്റബോധം വന്ന ക്രിസ്റ്റീന പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ്. കാരണം ഒരു കന്യാസ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പുള്ളിക്കാരി ഇവിടെ ചെയ്തത്. എന്തായാലും നമ്മുടെ ജോയ്ക്ക് ഇപ്പോൾ ക്രിസ്റ്റീനയോടുള്ള ഇഷ്ടം കൂടി വന്നു. ഒരു ദിവസം ജോയുടെ ചൈനീസ് ബോസ് ഒരു റെസ്റ്റോറന്റിൽ നിന്ന് അവര് നൽകാനുള്ള പണം വാങ്ങാനായിട്ട് അയച്ചു. എന്നാൽ അദ്ദേഹം ആ പണം ജോയ്ക്ക് നൽകാൻ തയ്യാറല്ല. പണം നൽകാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ജോയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജോയ് എന്നാൽ അദ്ദേഹത്തെ അടിച്ചിടുകയും പണം എടുക്കുകയും ചെയ്തു. പണവുമായി ജോയ് പോകുമ്പോൾ ഒരുത്തൻ ജോയുടെ നേർക്ക് തോക്ക് ചൂണ്ടി പണം തിരികെ നൽകാനായിട്ട് പറയുകയാണ്. അപ്പോൾ ജോയ് തന്റെ തോക്കെടുത്ത് അവന്റെ കയ്യിൽ വെടിവെച്ചു. എന്നിട്ട് അവിടുന്ന് സ്ഥലം
വിട്ടു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ജോയെ പോലീസ് അന്വേഷിക്കാനേ തുടങ്ങി. സോ ഇവിടെ ക്രിസ്റ്റീന ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ പോലീസ് ജോയെ അന്വേഷിച്ചിട്ട് എത്തുകയാണ്. അപ്പോൾ ക്രിസ്റ്റീനക്ക് മനസ്സിലായി ജോയ് ചെയ്യുന്നത് ഒന്നും ശരിയല്ല എന്ന്. പുള്ളിക്കാരി പോലീസിനോട് അവൻ ഇപ്പോൾ ഇവിടെ വരാറില്ല എന്ന് കള്ളം പറഞ്ഞു. അന്ന് രാത്രി ക്രിസ്റ്റീനയെ കാണാനായി ജോയ് ചെന്നു. പുള്ളിക്കാരി വണ്ടി എടുത്ത് പോകാനിരിക്കുമ്പോൾ ജോയോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ജോയ് നിന്റെ ജീവിതം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നീ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിന്നെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വന്നിരുന്നു. ഞാൻ അവരോട് കള്ളം പറഞ്ഞു. ഇതിന്റെയൊക്കെ അർത്ഥം നീ ചെയ്യുന്നത് നേരായ കാര്യം അല്ല എന്നതാണ്. അപ്പോൾ തമാശ രീതിയിൽ ജോയ് ചോദിക്കാണ്, ഒരു കന്യാസ്ത്രീ ഒരു പുരുഷനെ ചുംബിക്കുന്നത് ശരിയായ കാര്യമാണോ മാഡം? അപ്പോഴാണ് പുള്ളിക്കാരിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. മദ്യപിച്ച് ഓർമ്മയില്ലാതെയാണ് പുള്ളിക്കാരി അത് ചെയ്തത്. എന്തായാലും ക്രിസ്റ്റീനയുടെ വാനിൽ ജോയും കേറിയിട്ടുണ്ട്. ക്രിസ്റ്റീന ചോദിക്കാണ്, നീ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത് എന്ന്? നീ ആഗ്രഹിക്കുന്ന ജീവിതമല്ല നീ ജീവിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം നീ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സങ്കടത്തോടെ ക്രിസ്റ്റീന തന്റെ പാസ്റ്റ് പറയുകയാണ്. പുള്ളിക്കാരിക്ക് ചെറുപ്പം മുതലേ ബാലറ്റ് ഡാൻസർ ആവണം എന്നാണ് ആഗ്രഹം. എന്നാൽ ക്രിസ്റ്റീനയുടെ അച്ഛന്റെ ആഗ്രഹം തന്റെ മകൾ ഒരു ജിംനാസ്റ്റിക് അത്ലീറ്റ് ആവണമെന്നാണ്. എന്നാൽ ചെറുപ്പത്തിൽ തനിക്ക് വെറും 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ജിംനാസ്റ്റിക് ഇൻസ്ട്രക്ടർ തന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു. എനിക്ക് ഇത് എന്റെ അച്ഛനോട് പറയാൻ പേടിയായിരുന്നു. എന്നെ 17 തവണ അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്നാൽ അദ്ദേഹം 18ാമത്തെ തവണയും എന്നെ തൊടാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ക്രിസ്റ്റീന ഒളിപ്പിച്ചു വെച്ച കത്തി പുറത്തെടുത്ത് ആ ജിംനാസ്റ്റിക് ഇൻസ്ട്രക്ടറിനെ കഴുത്ത് നോക്കി വെട്ടുകയാണ്. കൊലപാതകം ചെയ്തെങ്കിലും ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് ജയിൽ ശിക്ഷ ലഭിച്ചിട്ടില്ല. പകരം അവർ എന്നെ ഒരു കോൺവെന്റിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ കന്യാസ്ത്രീ ജീവിതം ജീവിക്കുന്നത്. അപ്പോൾ തന്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഒരാളോട് ക്രിസ്റ്റീന തുറന്നു പറയുന്നത്. സോ പുള്ളിക്കാരിക്കും ജോയോട് ഇഷ്ടമുണ്ട്. ഇവിടെ ഇസബെലിനെ കൊലയാളിയായ മാക്സ് ഫോറസ്റ്റർ പ്രോസ്റ്റിറ്റ്യൂട്ടായ ഒരു സ്ത്രീയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാക്സിന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല വേണ്ടത്, പകരം അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കണം. അതാണ് അവന്റെ രീതി. പക്ഷെ ആ സ്ത്രീക്ക് അത് അറിയത്തില്ല. പുള്ളിക്കാരിയെ വളരെ ക്രൂരമായിട്ട് തന്നെ മാക്സ് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് അവൻ ഇസബെലിനെ മർദ്ദിച്ചത്. എന്നാൽ പുള്ളിക്കാരി മരണപ്പെട്ടുപോയി. അപ്പോൾ മാക്സ് ഇസബെലിന്റെ ബോഡി റിവർ സൈഡിൽ ആരും കാണാതെ ഉപേക്ഷിച്ചു. ഇവിടെ ഒരു രാത്രി ക്രിസ്റ്റീന തന്നെ താമസ സ്ഥലത്ത് മടങ്ങിയെത്തിയപ്പോൾ അവിടെ ജോയുടെ ഒരു കത്ത് കാണുകയാണ്. നാളെ ഒരു സ്ഥലം വരെ വരാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കത്താണ് അത്. അങ്ങനെ അടുത്ത ദിവസം ജോയെ കാണാനായിട്ട് ആ സ്ഥലത്ത് ക്രിസ്റ്റീന എത്തിയിട്ടുണ്ട്. ജോയുടെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ ക്രിസ്റ്റീനക്ക് നൽകിയിട്ട് എനിക്ക് നീ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു തരണം എന്ന് ജോയ് പറഞ്ഞു. ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്നത് എന്ന് ക്രിസ്റ്റീന ചോദിച്ചപ്പോൾ എന്റെ മോൾക്ക് വേണ്ടിയാണ് എന്ന് ജോയ് മറുപടി കൊടുത്തു. അപ്പോഴാണ് ക്രിസ്റ്റീന ജോയ്ക്ക് മകളുള്ള കാര്യമൊക്കെ അറിയുന്നത്. അവൾക്ക് ഇപ്പോൾ 9 വയസ്സാണ്. പക്ഷെ എന്റെ മോള് എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോൾ ജോയ് ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടാൽ ഒരു മാന്യനായ പുരുഷനെ പോലെ തോന്നിക്കുന്നില്ലേ എന്ന്. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്റെ മോള് എന്റെ ഫോട്ടോ കാണുമ്പോൾ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് വിചാരിക്കണം. ഇത്ര ഗാംഭീര്യമൊന്നും വേണ്ട, കുറച്ച് ചിരിക്കുക എന്ന് ക്രിസ്റ്റീന പറഞ്ഞെങ്കിലും നമ്മുടെ ഹീറോക്ക് അങ്ങനെ ചിരിക്കാനൊന്നും അറിയില്ല. ആള് മസിലി പിടിച്ച് സീരിയസ് ആയിട്ടാണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ജോയ് കോഫി കുടിക്കുന്ന സമയത്തൊക്കെ ക്രിസ്റ്റീന ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റീന തമാശയൊക്കെ പറഞ്ഞ് ജോയുടെ അടുത്ത് ക്യാമറയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ജോയ് ചിരിക്കുകയാണ്. ഇപ്പോൾ നിന്നെ കണ്ടാൽ ആരായാലും പറയും നീ നല്ലൊരു മനുഷ്യനാണ് എന്ന്. സോ ആ ദിവസം ക്രിസ്റ്റീന ജോയുടെ കൂടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നിട്ടുണ്ട്. അവരവിടെ വെച്ച് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അതായത് അവര് രണ്ടുപേരും ഇഷ്ടത്തിലായിട്ടുണ്ട്. ഇനി മറ്റൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ജോയ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഉടമയായ ഡേമൺ എന്നയാള് ഇവിടെ തിരിച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ അപ്പാർട്ട്മെന്റ് തുറക്കാനായി നോക്കിയപ്പോൾ കതക് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഡേമൺ തിരിച്ചെത്തിയെന്ന് മനസ്സിലാക്കി ജോയും ക്രിസ്റ്റീനയും പിൻവശത്തുള്ള ജനാല വഴി ചിരിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. ക്രിസ്റ്റീന ഇവിടെ ജോയെ ഇന്ന് രാത്രി നടക്കുന്ന മരിയ സിലസ്കിയുടെ ബാലറ്റ് ഡാൻസ് പെർഫോമൻസ് ഷോയിന് ക്ഷണിക്കുകയാണ്. എന്റെ കയ്യിൽ 2 ടിക്കറ്റ്സ് ഉണ്ട്, നീ തീർച്ചയായിട്ടും വരണം. സോ ഇവിടെ ജോയ് ഭാര്യ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ബാഗുമായി പോവുകയാണ്. കതക് തുറന്നത് തന്റെ സ്വന്തം മകളാണ്. എന്നാൽ മകൾക്ക് ഇദ്ദേഹം തന്നെ സ്വന്തം അച്ഛനാണ് എന്ന് അറിയത്തില്ല. മകൾക്ക് അച്ഛന്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ള എൻവലപ്പ് നൽകി. അതേപോലെ ഈ ബാഗ് മോളുടെ അമ്മക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അച്ഛൻ മകളുടെ കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം നടന്നുപോയി. ജോയുടെ മുൻ ഭാര്യ വന്ന് ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിലുള്ളത് വലിയ തുക പണമാണ്. അതായത് ജോയ് ചൈനീസ് ഗാങ്സ്റ്ററിനെ കൂടെ ജോലി ചെയ്ത് സമ്പാദിച്ച തുകയൊക്കെ തന്റെ മുൻ ഭാര്യക്കും മകൾക്കും സുഖമായിട്ട് ജീവിക്കാനാണ് ജോയ് നൽകിയത്. ഇവിടെ അന്ന് രാത്രി ഒരു റൂഫ് ടോപ്പ് ബാറിൽ വെച്ച് ജോയ് കണ്ണിന്റെ മുകളിൽ അടയാളമുള്ള ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളെ കണ്ടെത്തി. അവനാണെങ്കിൽ സകല സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ ജോയ്ക്ക് ഏകദേശം മനസ്സിലായി ഇവനാണ് ഇസബെലിനെ കൊന്നത് എന്ന്. നീയാണോ അവളെ കൊന്നത് എന്ന് മാക്സിന്റെ അടുത്ത് ചെന്ന് ജോയ് ചോദിച്ചപ്പോൾ തന്നെ അവന്റെ മുഖം മാറി. അപ്പോൾ തന്നെ ജോയ്ക്ക് മനസ്സിലായി താൻ അന്വേഷിക്കുന്ന ഇസബെലിന്റെ കൊലയാളി ഇവനാണ് എന്ന്. ജോയ് അവനെ ഇടിച്ച് പഞ്ഞിക്കിട്ട് ആ റൂഫ് ടോപ്പ് ബാറിൽ നിന്ന് താഴെയിട്ട് കൊന്നു കളഞ്ഞു. ഇവിടെ ഒരുപാട് നേരമായി ക്രിസ്റ്റീന ജോയെ കാത്തു നിൽക്കുന്നു. എന്നാൽ ജോയ് അവനെ കൊന്നതിനു ശേഷം അമിതമായി
മദ്യപിച്ചിട്ടാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. ക്രിസ്റ്റീന ഒരുപാട് നേരം കാത്തുനിന്ന് ജോയെ കാണാത്തത് കൊണ്ട് പുള്ളിക്കാരി തനിച്ച് ഷോ കാണാനായിട്ട് കയറി. ഷോ കഴിഞ്ഞ് പുള്ളിക്കാരി പോകുമ്പോൾ അവിടെ സ്ട്രീറ്റിൽ മദ്യപിച്ച് ഫിറ്റായിട്ട് ജോയ് കിടക്കുന്നത് ക്രിസ്റ്റീന കണ്ടു. ജോയ് മദ്യപിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ക്രിസ്റ്റീനയോട് പറയുകയാണ്. അതായത്, ഞാൻ ഇസബെല്ലയുടെ കൊലയാളിയെ കണ്ടെത്തി, അവനെ ഞാൻ കൊന്നുകളഞ്ഞു. ഞാൻ എത്രയൊക്കെ നന്നാവാൻ ശ്രമിച്ചാലും എന്റെ ജീവിതം ഒരേ വഴിയിൽ തന്നെയാണ് എത്തിപ്പെടുന്നത്. എന്റെ ജീവിതം എന്ന് പറയുന്നത് വയലൻസിന് മാത്രമുള്ളതാണ്. എന്നിട്ട് പണ്ട് അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് എന്ന് ജോയ് സങ്കടത്തോടെ ക്രിസ്റ്റീനയോട് തുറന്നു പറയുകയാണ്. തന്റെ 5 ടീംമേറ്റ്സിനെ തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. ആകെ ബാക്കിയുണ്ടായത് ജോസഫ് സ്മിത്ത് എന്ന ജോയ് മാത്രമാണ്. തന്റെ 5 ടീംമേറ്റ്സിനെ കൊന്നതുകൊണ്ട് ജോയ് അന്ന് ചെയ്തത് ആ നാട്ടിൽ താമസിക്കുന്ന നിരപരാധികളായിട്ടുള്ള 5 അഫ്ഗാൻ സ്വദേശികളെ പിടിച്ചു. എന്നിട്ട് അവരെ ജോയ് കൊന്നുകളഞ്ഞു. അതിന്റെ കുറ്റബോധം ഇന്നും ജോയുടെ മനസ്സിലുണ്ട്. അതിന്റെ ട്രോമയാണ് താൻ അനുഭവിക്കുന്നത്. ഞാൻ എത്രയൊക്കെ നന്നാവാൻ ശ്രമിച്ചാലും ആ ശാപം ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. ജോയെ ക്രിസ്റ്റീന മടിയിൽ കിടത്തി സമാധാനിപ്പിച്ചു. കഥയുടെ അവസാനം ജോയ് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. തന്റെ കൈവശമുള്ള ബാക്കി പണമൊക്കെ താൻ ഇത്രയും കാലം താമസിച്ച ഡേമണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അദ്ദേഹത്തിന്റെ ATM കാർഡ് യൂസ് ചെയ്ത് ജോയ് ഉപയോഗിച്ച പണവും അതേപോലെ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിച്ച റെന്റ് ഒക്കെ കൂടി ജോയ് ഡേമണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. താൻ നല്ലൊരു മനുഷ്യനായിട്ട് ഇനി ജീവിക്കാൻ ശ്രമിക്കുമെന്നും ജോസഫ് സ്മിത്ത് എന്ന ജോയ് കഥയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.